ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു വിഷയത്തിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു 8 ടിപ്പുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മളെ എല്ലാവരെയും അലട്ടുന്ന ഒരു വിഷയം? ഓവർ തിങ്കിങ്. നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണോ? ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ് അല്ലേ? പക്ഷെ അത് അമിതമായാൽ നമ്മളെ ബാധിക്കും. നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. നമ്മളെപ്പോഴും ഒരു പേടിയിലും സ്ട്രെസ്സും ആങ്സൈറ്റിയും വരാനും നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ കുറയ്ക്കാനായിട്ട് ഇടവരും. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണോ? എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. പഴയ കാര്യങ്ങളെപ്പറ്റി റൂമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തുകൊണ്ട് അത് ചെയ്തു, ഞാൻ എന്താ ആ സമയത്ത് ആ റിപ്ലൈ കൊടുത്തേ, ഞാനത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു എന്ന് നിരന്തരം ചിന്തിക്കുന്ന ആളാണോ നിങ്ങൾ? നിങ്ങൾക്ക് വരുന്ന ഓരോ മെസ്സേജസിനെ പറ്റിയും നിങ്ങളെടുത്ത ഓരോ ഡിസിഷനെ പറ്റി നിങ്ങളുടെ മൈൻഡിൽ ഒരു ലൂപ്പ് പോലെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ഭാവി എന്താകും, നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി, അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അതിന് എന്തായിരിക്കും അതിൻ്റെ വേസ്റ്റ് ഔട്ട്കം ആണോ വരാൻ പോകുന്നത്, അത് തെറ്റായി പോകുമെന്ന് നിങ്ങൾ നിരന്തരം ചിന്തിച്ച് നിങ്ങളുടെ മൈൻഡിൽ അതിനെ നിരന്തരം അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ചോയ്സും മാറി 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 നോക്കിയിട്ട് ഇതാണോ നല്ലത്, അതാണോ നല്ലത്, ഇതിൻ്റെ പ്രശ്നം എന്താണ്, അതിൻ്റെ പ്രശ്നം എന്താ, നിരന്തരം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയും അവസാനം ഒരു തീരുമാനത്തിലെത്താൻ പറ്റാത്തൊരവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ കാണണം. ഇങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്ട്രാറ്റജീസ്. എന്താണ് നിങ്ങളെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന 8 സ്ട്രാറ്റജീസ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ടിനെ ലേബിൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഓവർ തിങ്ക് ആണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു പേപ്പറിൽ എഴുതിയിടാനും പറ്റും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതുന്നത് നിങ്ങളുടെ തുടർച്ചയായിട്ടുള്ള ചിന്തകളെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സഹായിക്കും. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഗ്രൗണ്ടിങ് ടെക്നിക്സിനെ പറ്റിയാണ്. എന്താണ് ഗ്രൗണ്ടിങ് ടെക്നിക്? പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് അനാലിസിസ് ചെയ്താൽ മനസ്സിലാവും, നിങ്ങൾ പ്രസൻറ്റിൽ ഒരിക്കലും ആയിരിക്കില്ല. ഒന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിച്ചുള്ള ചിന്തയായിരിക്കും, അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയായിരിക്കും. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ പ്രസൻറ്റ് മൊമെൻറ്റ് ജീവിക്കാൻ നമ്മളെല്ലാവരും മറന്നു പോകുന്നുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ഗ്രൗണ്ടിങ് ടെക്നിക്സ്. എന്താണ് ഗ്രൗണ്ടിങ് ടെക്നിക്സ്? എളുപ്പത്തിൽ പറഞ്ഞ 5, 4, 3, 2, 1 എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഇങ്ങനെ തുടർച്ചയായിട്ട് ചിന്ത വരുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന 5 സാധനങ്ങളുടെ പേര് നിങ്ങൾ എടുത്ത് പറയുക. 4 നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ നെയിം ചെയ്യാം. 3 എന്നുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് മണത്തറിയാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സമയത്ത് നെയിം ചെയ്യാം. അടുത്തായിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സമയത്ത് നെയിം ചെയ്യാം. അവസാനമായിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ സമയത്ത് നിങ്ങൾക്ക് നെയിം ചെയ്യാം. ഇങ്ങനെ 5, 4, 3, 2, 1 എന്നിങ്ങനെയുള്ള നെയിം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക്, നിങ്ങളുടെ തോട്ടിൽ നിന്ന് പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് ഇടവരും. മൂന്നാമത്തേത് ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫോണിന് അല്ലെങ്കിൽ സ്ക്രീനുകൾക്ക് നിങ്ങളുടെ ഓവർ തിങ്കിങ്ങുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ്, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ്, നിങ്ങൾ കാണുന്ന റീൽസിലെ കണ്ടന്റ്, നിങ്ങളുടെ റിയാലിറ്റി ആയിട്ടുള്ളൊരു കമ്പാരിസൺ വരും. അവരുടെ ലൈഫ് ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നില്ല, അവരെല്ലാം ഹാപ്പി ആണല്ലോ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട്, അങ്ങനെ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും നിങ്ങളുടെ സ്ക്രീനുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നിങ്ങൾ സ്ക്രീൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റുന്നത് നിങ്ങൾ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ലൂപ്പിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. ഇത് നിങ്ങൾക്ക് ഓവറായിട്ട് തിങ്കിങ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. നിങ്ങൾ ഫാസ്റ്റായിട്ട് ഒരു 15 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്കാൻ കഴിയുക ചെയ്യുക. ഇത് നിങ്ങളൊരു സ്ട്രെച്ചിങ് ചെയ്യുക. അതർവൈസ് നിങ്ങളൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്, ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സമയത്തുള്ള ആ ഒരു തോട്ടിൻ്റെ ലൂപ്പിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിന് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് ഓവർ തിങ്കിങ് അല്ലേ, ഇതിന് എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ, ഞാൻ ഈ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഫാക്റ്റ് ഉണ്ടോ, ഇത് കൂടുതൽ എൻ്റെ ഇമാജിനേഷൻ അല്ലേ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങളെ പുറത്തു വരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്.
അടുത്തായിട്ട് നിങ്ങൾക്കൊരു വറി ടൈമർ നിങ്ങൾ അല്ലെങ്കിൽ തോട്ട് പാർക്കിംഗ് എന്ന് പറയും. തോട്ട് പാർക്കിംഗ് അല്ലെങ്കിൽ വറി ടൈമർ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇത് ഇട്ടുകൊണ്ട് എന്താണ് ഗുണം? അത് നിങ്ങളിപ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങൾ അനലൈസ് ചെയ്യും, ഞാനിപ്പോൾ കുറേ അധികം നേരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ചിന്തകൾ എൻ്റെ കൈവശം നിൽക്കുന്നില്ല. ഓക്കെ ഇതിവിടെ നിൽക്കട്ടെ, ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വൈകിട്ട് 6 മണിക്ക് ചിന്തിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങളുടെ തോട്ടിനെ നിങ്ങളൊരു ടൈമർ വെച്ചിട്ട് ആ ഒരു സമയത്തേക്ക് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആ സമയത്തെ ആ തോട്ടിൻ്റെ ചെയിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അപ്പം അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കാം. അടുത്തായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ റിയാലിറ്റി ചെക്ക് ചെയ്യുക. പലപ്പോഴും നമ്മൾ വേഴ്സ്റ്റ് ഔട്ട്കം ആണ് നോക്കുന്നത്. അതിന് പകരം റിയാലിറ്റിയുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ പരീക്ഷയിൽ ഫെയിൽ ആകുമോ എന്നുള്ള വേഴ്സ്റ്റ് ആയിട്ടുള്ള ഔട്ട്കം ആണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഓക്കെ, എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്ക് ഇതിനുള്ള കാര്യങ്ങൾ പഠിക്കാനും എനിക്ക് ചെയ്യാനും, അല്ലെങ്കിൽ റിയാലിറ്റി ആയിട്ട് കുറച്ചുകൂടെ ടച്ച് ചെയ്തിട്ട് ഓക്കെ എല്ലാവർക്കും ചെയ്യുന്ന പോലെ എനിക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, ഇൻ കേസ് ഇനി അങ്ങനെ വന്നാലും എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും, അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് അനാലിസിസ് ചെയ്യാം. ലാസ്റ്റായിട്ട് നിങ്ങൾ സ്വയം സബ്മിഷനാണ്. അതായത് നിങ്ങൾ പറയുക, ഓക്കെ, നിങ്ങളുടെ ഒരു സെൽഫ് കമ്പാഷൻ വരിക ആ സമയത്ത്, ഓക്കെ, എനിക്ക് എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ചെയ്യുന്നുണ്ട്, ഓക്കെ, നിങ്ങൾ സ്വയം ആശ്വസിപ്പിക്കുക, ഓക്കെ, എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ മടിയൊന്നും പിടിച്ചിരിക്കുന്നില്ല, ഞാൻ സമയം കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ഇത്രയും വറി ചെയ്യേണ്ട കാര്യമില്ല, ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, എറേഴ്സ് വരാതിരിക്കാം, ബട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ചെയ്യുന്നുണ്ടൊരു സെൽഫ് കമ്പാഷൻ നിങ്ങൾ ഉണ്ടാകാനും നിങ്ങൾ സ്വയം പറയാനും സ്വയം ആശ്വസിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയുക എന്നുള്ളത് ഈ ഓവർ സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജീസ് ഒന്നും നിങ്ങൾക്ക് പറ്റണമെന്നില്ല. ഇതെല്ലാ സ്ട്രാറ്റജിയും നിങ്ങൾ ഉപയോഗിച്ച് നോക്കണമെന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പതുക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും ലൈഫിൽ നല്ലത് ചെയ്യുന്ന ആൾക്ക്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഓവർ തിങ്കിങ് വരുന്നത്. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ ഒന്നുകൂടെ തെറ്റൊന്നും വരാതിരിക്കാനായിട്ട് വീണ്ടും അനാലിസിസ് ചെയ്യുന്നതാണ്. പക്ഷെ തെറ്റ് വരാതിരിക്കാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നുള്ള രീതിയിൽ വരുന്ന തോട്ട് പലപ്പോഴും ഓവർ ആകുമ്പോഴത്തേക്ക് നമുക്കത് ഹാംഫുൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലൈഫിൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഓവർ തിങ്കിങ് വരുന്നത്. ബട്ട് ആ തിങ്കിങ്ങിനെ നമ്മൾ അതൊന്ന് കൺട്രോൾ ചെയ്യുകയും നമ്മളുടെ ഓവർ തിങ്കിങ് എന്നത് നോർമൽ തിങ്കിങ്ങിലേക്ക് വരാനും അനാലിസിസിലേക്ക് വരാനും പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും, കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്ലീപ്പ് കംഫർട്ടബിൾ ആയിട്ട് കിട്ടും, കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ട്രാറ്റജി പരീക്ഷിക്കുക. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. തുടർന്നുള്ള ടോപ്പിക്കുകൾ ഏത് വേണമെന്നുള്ള സജഷൻസും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.